ഒന്നാമത്തെ കാര്യം ഇവരിത് അഡ്രസ്സ് ചെയ്യുന്നത് മീഡിയ തെറ്റായിട്ടാണ്. പോലീസും അത് തന്നെ ചെയ്യുന്നത്. കാരണം ഇത് സ്ത്രീയും പുരുഷനുമായിട്ടുള്ള പ്രശ്നം പോലെ ഇവർ പറയുന്നത്. പുരുഷൻ സ്ത്രീയെ അതിക്രമിക്കുന്നുണ്ട്. അത് പുരുഷനും സ്ത്രീയോ എന്നല്ല. ഇപ്പോൾ നിനക്ക് കിട്ടിയിട്ടില്ലേ ബസ്സിൽ കയറിയപ്പോൾ സ്റ്റാൻഡ് വെച്ച് പിടിച്ചിട്ടുണ്ടോ? എൻ്റെ കഥ കേട്ടിട്ടുണ്ടോ പഴയത്? അതെനിക്കിങ്ങനെ തരാമെന്ന്. പിന്നെ ഞാനിപ്പോൾ ആലോചിച്ചപ്പോൾ സുരേഷ് ഗോപി ഇത് പറയുന്നുണ്ട്, ഞാനിങ്ങനെ എടുക്കുക, എനിക്ക് തരണമെന്നൊക്കെ. അയാളെ ഞാൻ ഓർത്തപ്പോഴാണ് കണക്ഷൻ കിട്ടിയത്. അങ്ങനെ എന്നെ പിടിച്ച് 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് നമ്മൾ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്കെങ്ങാണ്ട് എന്നെ പിടിക്കുന്നത്. അതപ്പോൾ അതായത് അത് സംഭവിക്കും. അത് ആണുങ്ങളെ പിടിച്ച ആണുങ്ങൾക്ക് വലിയ പ്രശ്നമല്ലടാ. പക്ഷെ പെൺപിള്ളേരെ ഇല്ലില്ല, അത്ര പ്രശ്നം വരത്തില്ല. പെണ്ണിന് കുറച്ചുകൂടി ട്രോമയാണ്. സാധനം ഉള്ളതുകൊണ്ട് നടക്കത്തില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത് സ്കൂൾ പിള്ളേരുടെ നേരെയൊക്കെ ചെല്ലുന്ന ഇത് കഴിഞ്ഞിട്ട്. ഇപ്പോൾ എല്ലാവരും സീനിയേഴ്സ് പറയും അവരെ അങ്ങ് അടിച്ച് ഓടിച്ചു മറ്റേതാക്കി ഞാൻ ഭയങ്കര സൂപ്പറാണെന്ന് പറഞ്ഞ് നടക്കുന്ന പറയണമുണ്ട്. പക്ഷെ അവരെ പറഞ്ഞു വിട്ട് വേറെ തൊട്ടാണ്. അവർക്ക് അത്രയും റെസ്പോൺസിബിലിറ്റിയേ ഉള്ളൂ. പക്ഷേ സത്യം പറഞ്ഞാൽ അവർക്കല്ല റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാർ അനങ്ങാതിരിക്കുന്നതിൻ്റെ പ്രശ്നം ഇതെന്ന് അറിയാതെ അവർ തന്നെ എടുത്ത് ഷിംജിനെ അറസ്റ്റ് ചെയ്തു. ഏത് പോലീസിൻ്റെയൊക്കെ പോരായ്മ ഇത്. ഇങ്ങനെയുള്ള ഒരു ബസ്സേ വന്ന് കയറുന്ന രാജ്യങ്ങൾ എത്ര ഉണ്ട്? ഇവിടാണെങ്കിൽ അഴിഞ്ഞ വീട്ടിൽ എന്നിട്ട് ലാസ്റ്റ് ആരോട് വീഡിയോ എടുത്ത് നിവർത്തിയോടുകൊണ്ട് ഈ പെണ്ണുങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടപ്പോൾ എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു. ലാസ്റ്റ് എടുത്തോളം ഒരുത്തും ചത്ത കൊണ്ട് അവൾ പെട്ട്. ഉടനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അകത്തിട്ട്. അവരുടെ പണി കഴിഞ്ഞല്ലോ. സത്യത്തിൽ അവരുടെ കുഴപ്പം ഇത്. അവർ കാരണമാണ് അവൾ മരിച്ചതും. അവൻ മരിച്ചതും ഒരു കാരണമാണ്. ഈ പെൺപിള്ളേരെല്ലാം ഈ മുട്ട് കിട്ടുന്നതും പോലീസ് കാരണമാണ്. ഈ പെണ്ണിനെ കൊണ്ട് ജയിലിലിട്ടതിനകത്തും പോലീസ് കാരണമാണ് ആ പെണ്ണ് ജയിലിൽ കിടക്കേണ്ടി വന്നത്. എന്നിട്ട് എല്ലാവരോടും പറയുന്നത് അവൾക്ക് ജാമ്യം കൊടുക്കരുത്, അവൾ എന്തോ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തത്. എന്തോ പൊട്ടത്തരമാണ് ഈ പറയുന്നത്. റീച്ച് കിട്ടാൻ വേണ്ടി ഒരാൾ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്ത് അവൾ ചക്കയുടെ വീഡിയോ എടുത്ത് റീച്ച് കിട്ടത്തില്ല. അപ്പോൾ എന്തുകൊണ്ട് ഈ റീച്ച് കിട്ടുന്നത്? ആര് ഈ റീച്ച് എന്ന് പറഞ്ഞാൽ വേറെന്തോ സാധനമാണ്. ഈ പുറത്തുനിന്ന് കണ്ടുവരുന്ന ഏലി മറ്റേ ഫ്ലൈങ് സോസർ വരുന്ന ഐറ്റമാണ് റീച്ച്. അതല്ല, ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവമാണ് കാണുന്നത്. അവരിതെല്ലാം കൂടെ വൈറലാക്കും, തെറി വിളിക്കും, കച്ചറ ഉണ്ടാക്കും, മെയിൻ സ്ട്രീം മീഡിയ അടക്കം ഇതെല്ലാം കടന്ന് വാർത്തയാക്കും. അത് പേടിച്ചിട്ട് ഇവൻ ആത്മഹത്യ ചെയ്യുന്നു. ഇവർ സവാദിനെ എടുത്തിട്ട് അരയ്ക്കുക എല്ലാവരോടും. അതായത് അവൻ്റെ വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ട് യൂട്യൂബിൽ. അവരെന്നിട്ട് ഇപ്പോഴും റിമൂവ് ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയയ്ക്ക് കടിഞ്ഞാണിടണമെന്ന് പറഞ്ഞ് ചർച്ച നടക്കുക മെയിൻ സ്ട്രീം മീഡിയയിൽ. ഇവർ പറയുന്ന അത്രയും കള്ളവാർത്ത സോഷ്യൽ മീഡിയ ആരും ചെയ്യത്തില്ല. അത് ചെയ്താലും വല്ല മാനസിക രോഗികളായിരിക്കും. അല്ലാതെ ഒരു മീഡിയയുടെ ഒരു ജേർണലിസം പഠിച്ചിട്ട് ഒരു കമ്പനി ഇരുന്ന് ചെയ്യത്തില്ല ഈ തെണ്ടിത്തരം.